السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതയാത്രയിലുടനീളം കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിതം ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിന്റെ 164-ാം വചനത്തിൽ ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, തീർച്ചയായും സത്യവിശ്വാസികളിൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിക്കുക വഴി അള്ളാഹു മഹത്തായ അനുഗ്രഹമാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. മക്കയിലെ ഉന്നത കുടുംബത്തിൽ അബ്ദുള്ളയുടെയും ആമിന ബിൻതു വഹബിന്റെയും പുത്രനായി ക്രിസ്താബ്ദം 571 പറന്നു വീണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര ചെന്നുമുട്ടുന്നത് ഇസ്മായിൽ അലൈഹിസ്സലാമയിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിലുമാണ്. ലോകത്തിന് അനുഗ്രഹമായി നിയോഗിതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് എടുക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ സൗന്ദര്യമുള്ള മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല. അതുപോലെ സുമുഖനായ ഒരുത്തനെ ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല. നല്ല സ്വഭാവത്തിനുടമയായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, തീർച്ചയായും താങ്കൾ ഉന്നതമായ ഉത്തമമായ സ്വഭാവത്തിനുടമയാകുന്നു. ഇത് റബ്ബിന്റെ സാക്ഷ്യപ്പെടുത്തലാണ്. പ്രിയമുള്ളവരെ, മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനാണെന്നാണ് അവിടെ നിന്ന് നൽകിയ മറുപടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഏറ്റവും മികച്ചതും ജനഹൃദയങ്ങളെ സ്വാധീനിക്കുന്നതുമായിരുന്നു. ഞാൻ നിയോഗിക്കപ്പെട്ടത് ഏറ്റവും നല്ല സ്വഭാവത്തോടു കൂടിയാണെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. കാരുണ്യത്തിന്റെ പ്രവാചകൻ ജനഹൃദയങ്ങളിൽ ഏറ്റവും കരുണയുള്ളവനായിരുന്നു. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ കുടുംബത്തോട് നന്നായി പെരുമാറുന്നവനാണ്. ഭാര്യമാരോട് മക്കളോട് നന്നായി പെരുമാറി പ്രവാചക സ്നേഹം നെഞ്ചിലേറ്റാൻ നമുക്ക് സാധിക്കണം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് അനുഗ്രഹമായി കൊണ്ടല്ലാതെ പ്രവാചകരെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല. 10 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകനെ പോലെ കുടുംബത്തോട് കാരുണ്യം കാണിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളുടെ സമ്പത്തിനേക്കാളും സന്താനങ്ങളെക്കാളും ദാഹിച്ച സമയത്ത് ലഭിക്കുന്ന തണുത്ത വെള്ളത്തെക്കാളും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിരുന്നു. അജ്ഞതയുടെ ഇരുണ്ട ഇടവഴികളിൽ ദിശയറിയാതെ പകച്ചു നിൽക്കുന്ന മനുഷ്യന് വെളിച്ചമാണ് വിശുദ്ധ ഖുർആൻ. ഖദ് ജാഅകും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ, നിങ്ങൾക്കിതാ അല്ലാഹുവിങ്കിൽ നിന്ന് ഒരു പ്രകാശവും വ്യക്തമായ ഒരു ഗ്രന്ഥവും വന്നിരിക്കുന്നു. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മദീനയുടെ മണ്ണിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിറങ്ങിയ സന്ദർഭത്തിൽ മദീന പ്രഭാപൂരിതമായിരുന്നു. പ്രവാചക വിയോഗം സംഭവിച്ചപ്പോൾ മദീന ഇരുൾ മുറ്റിയ പോലെയാണ് ഞങ്ങൾ ദർശിച്ചത്. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ, നബിയെ തീർച്ചയായും താങ്കളെ നാം ഒരു സാക്ഷിയും സന്തോഷ വാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരനും അല്ലാഹുവിന്റെ ഉത്തരവനുസരിച്ച് അവങ്കലേക്ക് ക്ഷണിക്കുന്നവനും പ്രകാശം നൽകുന്ന ഒരു വിളക്കുമായി കൊണ്ടാണ് നിയോഗിച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ജീവിതയാത്രയിൽ പ്രവാചക വചനങ്ങൾ നെഞ്ചിലേറ്റി ജീവിതം മുന്നോട്ട് നയിക്കാൻ നമ്മളെല്ലാവരും സന്നദ്ധരാവുക. അതിനു നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.